ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കോളേജ് വരെ പോവാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും അവിടെ ചേട്ടൻ എന്താ പരിപാടി എന്ന് കാണിക്കാം. ഓക്കെ, ബൈ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഫുള്ള് മഴയായിരുന്നു. കുട എടുത്തില്ല. അത് വളരെ നല്ലൊരിതാണ്. കേൾക്കാൻ പറ്റും, സൗണ്ട് ഇല്ല തോന്നുന്നു. ഇപ്പം മഴ കുറഞ്ഞു, പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റില്ല. ഫുള്ള് വെള്ളം കെട്ടി കിടക്കാം. അവിടെ ഫുള്ള് അകത്ത് വെള്ളമാണ്. കാല് മുങ്ങി പോകണേ. മഴ പെയ്യുമ്പോൾ വെള്ളമല്ലാണ്ട് വേറെ ബാക്ക് സൈഡിൽ കൂടെ കയറാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ മഴ. മുങ്ങി പോയില്ലേ ഗൈസ്? ഇവിടെ ഫുള്ള് വെള്ളമാണ്. നമ്മളെങ്ങനെ പോകും? നമ്മൾ മിക്കവാറും കല്ലെടുത്ത് തരേണ്ടി വരും. ഇവിടെ മഴ പെയ്താണ് മഹാരാജ് സിംഗിനാണ്. ഫുള്ള് വെള്ളമാണ്. എനിക്ക് പേടിയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതേ കുറേ നാൾ കൂടിയിട്ടാണ് കോളേജിലേക്ക് വരുന്നത്. നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ PG ആണ് ചെയ്തത്. നമ്മുടെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമ്മൾ ഇന്നിവിടെ വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ HOD ആയിട്ടുള്ള സുനിൽകുമാർ സാറ് കഴിഞ്ഞ മാസം 2-ാം തീയതി നമ്മെ വിട്ടുപോയി. അപ്പോൾ സാറിൻ്റെ ഒരു അനുസ്മരണ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. വെട്ടോ പിടിച്ചത് കണ്ണാണേ. ഇതാണ് ഇവിടുത്തെ പിരിയൻ കോണി. ഗൈസ്, ഇവിടെ ആയിരുന്നു പരിപാടി എന്ന് വിചാരിച്ചു, പക്ഷെ അടച്ചിട്ട് നോക്കിട്ടെ. എന്താ നോക്കിങ്ങനെ ഇറങ്ങിക്കോ. ഗൂഗിൾ മാപ്പ് നോക്ക്. വന്നിട്ട് 1 മണിക്കൂർ പരിപാടി നടന്ന സ്ഥലം അറിയത്തില്ല. നീ എങ്ങോട്ടാ പോന്നെ? വഴിയൊന്നും അറിയില്ല, ചുമ്മാ നടന്നു പോ. ജൂനിയ നോക്കിയ നീ 5 വർഷം ഇവിടെ തന്നെയാണോ പഠിച്ചേ? ഗൈസ്, നമ്മൾ ഇതുവരെ സ്ഥലം കണ്ടുപിടിച്ചില്ല. നടക്കുക, ഇങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട്. കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല.
വന്നിട്ട് 1 മണിക്കൂറായി കറങ്ങി നടക്കാം. ഒരു റീൽസ് എടുക്കണം വെച്ചാൽ അത് നടന്നില്ല. നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ പയ്യെ. നിറച്ചും വെള്ളമാണ് ഗൈസ്. ഞങ്ങൾ അവിടെ ചോദിച്ചപ്പം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഗൈസ് ഇപ്പോൾ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, പക്ഷെ ആർക്കും സ്ഥലം അറിയില്ല എവിടെയാണ്. തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ഇവിടെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് കോളായി കിടക്കുക. എന്താ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും. ഓണാക്കിയിട്ടുണ്ട്, വീണോ നല്ല രസമായിരിക്കും. സൂപ്പറായി. ഇവിടെ അല്ല കൈസ്, തിരിച്ചു പോവാം. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായി. ഓണേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ചു. എവിടെയാ ഗൈസ്? അപ്പോൾ ഇനി നമ്മൾ ഞങ്ങളുടെ ക്ലാസ്സിന് അങ്ങോട്ടാണ് പോകുന്നത്. ഇനി അവിടെയും കൂടെ നോക്കാനുള്ള സ്ഥലം. ഇത് നമ്മൾ ഫ്രണ്ടിൽ വന്നു. ഇനി നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകണം. ഗൈസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ അങ്ങോട്ട് പോവാണ്. ഞങ്ങളിവിടെ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ പുതിയ ഓഡിറ്റോറിയമാണ് കേട്ടോ. അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അവിടെ തന്നെ ആവാനാണ് ചാൻസ്. ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. ഇത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് വെച്ചിരുന്നതാണ് സംഭവം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മേളിലാണ് പരിപാടി നടക്കുന്നത്. അങ്ങോട്ടേക്ക് കയറുവാണ്. പിന്നെ കാണാം. ബൈ. അലുമിനിയെ കൂടെ നിർത്താനും എക്കണോമിക്സ് അലുമിനി അസോസിയേഷൻ രൂപീകരിക്കാനും പ്രയത്നിച്ചു. വിദ്യാർത്ഥികളോടുള്ള പോലെ സ്നേഹം പൂർവ്വ വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകിയ അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് മഹാരാജാസ് എക്കണോമിക്സ് അലുമിനി അസോസിയേഷൻ. പൂർവ്വ വിദ്യാർത്ഥികളെ വകുപ്പിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അസോസിയേഷൻ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന്
ഗൈസ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് പേപ്പർ. പക്ഷേ ഞങ്ങളുടെ ക്ലാസ് അവിടെയാണ് കേട്ടോ, നമ്മളെ കാണിച്ചായിരുന്നു ഓൾറെഡി. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് കോളേജിൽ വരുന്നത്. എന്തായാലും 6 മാസമൊക്കെ ആയിക്കാണ്. അതെ, അപ്പം ഞങ്ങൾ ചുമ്മാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. വേറെ ഫ്രണ്ട്സും ഉണ്ട്, അവരോട് കത്തി അടിച്ചിട്ടില്ല. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ് നമ്മളിതൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അതേ ചായ കുടിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തി. അതെ, നമ്മൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ്സൊക്കെ ഇനിയും കാണാം. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.